ഇവളെ കണ്ട് ഇൻഫ്ലുവൻസ് ആയി നമ്മുടെ കുഞ്ഞുങ്ങളും ഇതേ ഫീൽഡ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൽ പ്രശ്നമുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ കുട്ടികളെന്നും വെബ് സീരീസ് കാണിക്കാൻ പറ്റത്തില്ല എന്ന് അറിയാം, പ്ലക്കമ്മയ്ക്ക് അറിയാം അല്ലേ? മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ ബന്ധുക്കൾ സ്വാഭാവികമായിട്ട് സപ്പോർട്ട് ചെയ്യും. കാരണം ഒരെണ്ണത്തിന് ജോലിക്ക് പോകാൻ വയ്യ, എല്ലാത്തിനും വിയർപ്പിന്റെ അസുഖം, അതുകൊണ്ട് ഒരൊറ്റ ഒരെണ്ണത്തിന് ജോലിക്ക് പോകാൻ വയ്യ. അപ്പൊ പിന്നെ ഇവള് എങ്ങനെ പോയി കാണിച്ച വട കാണിച്ചാലും ക്രീം വെച്ചിട്ടുണ്ടാക്കിയാലും എന്ത് കുന്തം കാണിച്ചാലും സംഗതി ഇങ്ങ് കിട്ടണം, അത്രയും പോയി ചത്തൂടേടാ. പിന്നെ നീ അവിടെ കിടക്കണ നിനക്ക് ഇറങ്ങി പോയിക്കൂടെ ശല്യമേ? ആ മനുഷ്യന്റെ പ്രോപ്പർട്ടി കയറി ഫിറോസ് വെച്ച വീടിനകത്ത് കിടന്നുകൊണ്ട് ഈ ഗർജനം കാണിക്കാൻ നാണമില്ലേ തള്ളേ? ഇറങ്ങി പോയിക്കൂടെ തള്ളേ? നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ, കുറെ സമയമായിട്ട് കളിയാക്കണ്. അത് നമ്മൾ കണ്ട്. അതിച്ചിരി കൂടുതലല്ലേ? ആ സർട്ടിഫിക്കറ്റ് കിട്ടി. അവളെ ചേച്ചി തെറി വിളിച്ചത് എടുത്ത് ചോദിക്കുകയാണ്, കുടുംബത്തോടെ നിങ്ങൾ ഇങ്ങനെയാണ്, അതായത് തെറി കുടുംബമാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഈ പറയുന്ന പ്ലക്കമ്മ ശാരികയ്ക്ക് അറിയാം അവർ തെറി കുടുംബമാണ്, തെറിയാണ് വിളിക്കുന്നത്. എന്നിട്ട് ഇവൾ എന്നെ വിളിക്കുന്നത് തെറി താത്താണ്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. കഷ്ടം, പാവം. അതുകൊണ്ടാണ് അങ്ങനെയാണ് അവള് ജോലിക്ക് പോകാതിരുന്നത് സത്യമായിട്ടും. ബട്ട് ഞാൻ പറയുന്നു, ഇതുപോലൊരു നശിച്ച ജോലി മോക്കൊരു കൊച്ചിനെ കൊടുത്തേ ഉള്ളൂ, മോളൊക്കെ തന്നെയാണ്. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. വിദേശത്തൊക്കെ എന്തെല്ലാ കിട്ടുന്നത്? നിങ്ങളൊക്കെ എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കൂ, ഞാൻ ഇങ്ങനെ വിദേശത്തേക്ക് പറന്ന് നടക്കും എന്നാ പറഞ്ഞത്. വിദേശത്തേക്ക് പോകുന്ന എന്തിനാണ് ഞങ്ങൾ തെളിവുൾപ്പെടെ കൊണ്ടുവന്ന് തന്നെ? ഇനിയുണ്ട് ഒരെണ്ണം, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. തേങ്ങ പത്താരച്ചാലും താളല്ലേ കറി.